ഹസ്ബൻഡ് നടത്താൻ കഴിഞ്ഞ് എത്തിയാ കൊച്ച്? എന്താ പണിങ്ങിയിരിക്കണേ? വാല് വർക്കാത്തല്ലോ പണിങ്ങിയിരിക്കണേ. കയറുന്നില്ലേ? തണുപ്പുണ്ടല്ലോ ചെറുതായിട്ട്. ഇതാ ചെറുക്ക കയറുന്നില്ലേ ഹസ്ബൻഡ്? ആ കയറി വാ. കിളിയാട്ടോ നമ്മുടെ അവിടെ കൂട് വെച്ച് മുട്ടയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ കിളിയാന്ന് പറഞ്ഞൂടാ, ഇതേപോലത്തെ കിളി. ഇതിനെ റെഡ് റോബിൻ എന്നാട്ടോ പറയുന്നത്. നമ്മുടെ ഹസ്ബൻഡ് രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം തണുപ്പൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് പുറത്തിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുക്കന് ഇപ്പോൾ അകത്തേക്ക് കയറണില്ല. നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഞാനിവിടെ നിൽക്കണ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മുകളിൽ കൂടെ കയറാനുള്ള പരിപാടി. അത് ആളിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് ചാടി കയറാൻ വേണ്ടിയിട്ട് നോക്കണ്ടത്. അത് ഞാൻ നമ്മുടെ കമ്പോസ്റ്റ് റെഡിയാക്കണ്ട കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇതിന് മുമ്പ് നമ്മൾ 2 ലെയറൊക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 ആഴ്ചയായിട്ട് ഇട്ടേക്കുന്നതാണ്. അതിപ്പോൾ മണ്ണ് ഇട്ടിട്ടില്ല. ആസ്കിന് കുറച്ച് നേരമായിട്ടാണ് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നത്. പിന്നെ മുകളിലേക്ക് ചാടി കയറാനുള്ള വഴികളൊക്കെ നോക്കണ്ട ചെറുക്കാൻ. ചിക്കൻ ലോലിപ്പോപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മല്ലിയിലയുണ്ട്, മുളകുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതൊക്കെ ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുത്തേക്കണേ.
മസാല ഇട്ടത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസ് വാങ്ങിച്ചിട്ട് ഞാൻ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരോ പീസായിട്ട് ഇട്ടിട്ട് അതുമേക്ക് മസാല പിടിപ്പിക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പുറത്ത് നമുക്ക് ഇതുണ്ടല്ലോ, ഗ്രില്ല് ചെയ്യണ അടുപ്പുണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കിയിട്ട് ആ സോസിൽ ഈ ഗ്രില്ല് ചെയ്തെടുത്തേക്കണം നമ്മുടെ ഈ ചിക്കൻ ലോലിപോപ്പ് ഒന്ന് പുരട്ടിയിട്ട് എടുക്കൂട്ടാ. അങ്ങനെ പുരട്ടിയിട്ട് എടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ മസാല എല്ലാം ഞാൻ ഇതുമ്മ പിടിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാത്തിലും ഇതേപോലെ ഇങ്ങനെ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പോൾസേട്ടന് പുല്ല് വെട്ടുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ നമ്മുടെ അലീന അവിടെ വണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ പുറത്തേക്ക് ഇറങ്ങട്ടെ. കോഴികളെല്ലാവരും എൻ്റെ വരവ് നോക്കിയിട്ട് എല്ലാ ദിവസവും ഞാൻ വരുമ്പോൾ നോക്കി എൻ്റെ കയ്യിലേക്കാണ് അവരുടെ നോട്ടം മുഴുവനും. അവർക്ക് എന്തെങ്കിലും സാധനം എൻ്റെ കയ്യിലുണ്ടോയെന്നാണ് അവർ നോക്കുന്നത്. ഒന്നുമില്ല, അവിടെ കുറച്ച് ഫുഡുണ്ട്, ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ കൊണ്ടുവന്നേരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് അവിടെ. അവർക്ക് വെള്ളം ഇപ്പോൾ താറാവുകൾ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഇപ്പോൾ വെള്ളം നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ മാറ്റി വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ അലീന അതവിടെ വണ്ടി ക്ലീനിങ് കേട്ടോ. അലീന വന്നു അലീന വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് വന്നത്, ഇന്ന് ഇവിടെ ഇപ്പോൾ ഞായറാഴ്ച കേട്ടോ. അപ്പോൾ അലീനയുടെ അടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് അവൾ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് തരില്ല എന്ന് പറയില്ല കേട്ടോ. പക്ഷെ അപ്പോൾ ചെയ്യില്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ ആയിരുന്നാലും ചെയ്ത് തരും എനിക്ക്. അപ്പോൾ നല്ലൊരു ക്ലീനിങ് ഉണ്ട്. കാരണം ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ക്ലീനൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് പിന്നെ നമ്മൾ കാർ വാഷിന് പോയിട്ട് വണ്ടി പുറത്ത് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ അലീന നല്ല ക്ലീനിങ്ങാണ്. ഞാനിവിടെ നിന്ന് വീഡിയോ പിടിക്കുന്ന ആൾ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പോൾസേൻ്റെ പുല്ല് വെട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും വെട്ടണം കേട്ടോ, പെട്ടെന്ന് വലുതാവും പുല്ല്. നമ്മുടെ നാട്ടിലെ പുല്ല് എനിക്ക് തോന്നണം അത്രയ്ക്ക് പെട്ടെന്ന് വലുതാവില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പുല്ല് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഏരിയ ഉണ്ടല്ലോ. പിന്നെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, നമ്മുടെ ഗേറ്റ് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലുണ്ട്. അവിടെ ഈ ട്രാക്ടർ കൊണ്ടുപോയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെ പോൾസായിട്ട് മറ്റേ കയ്യിൽ വെച്ചിട്ട് ഉന്തണ മെഷീനുണ്ട്, അത് വെച്ചിട്ട് വെട്ടി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് വെട്ടിയെടുക്കാൻ ഇവിടെ ബാക്കിൽ വെട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയും നമുക്കൊരു 1.5 മണിക്കൂർ എടുക്കും കേട്ടോ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോൾസേട്ടനെ അവിടെ ചേർത്ത് വെട്ടാൻ തന്നെ അവിടെ മറ്റേ ഈ ട്രിമ്മർ വെച്ചിട്ട് കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു പോൾസേട്ടൻ. ഇത് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഫെൻസിനോട് ചേർന്നിട്ട് നമുക്ക് അത്രയ്ക്ക് മെഷീനങ്ങോട്ട് കൊണ്ടുപോയി വെട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. മെഷീൻ വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസിയാണ്. അതുകൊണ്ട് പോൾസേട്ടൻ ഇപ്പോൾ പതുക്കെ ഓടിക്കുന്നുണ്ട്. എനിക്കാണ് ഈ പ്രാവശ്യം നന്നായിട്ട് ബ്ലേഡ് കുറച്ച് നന്നായിട്ട് താഴ്ത്തിയിട്ടിട്ട് വെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച വെട്ടി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും പുല്ല് നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഇത് കിടക്കുന്നുണ്ടേ, അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പോസട്ട്. പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞ് വെച്ചിട്ട് താറാവുകളൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. 3 പേരല്ലേ ഉള്ളൂ, ഒരാൾ ഇവിടെ പോയാൽ ഇനി നോക്കണം. സാധാരണ എല്ലാവരും ഒരുമിച്ചാണ് നടക്കാറുള്ളത്, ഒരാളതിനെ കാണാനില്ലപ്പോൾ ഒരാളെങ്കിലും ഉണ്ടാവും. ഞാൻ നേരത്തെ അയച്ചിട്ടിട്ടാണ്ട് അകത്തേക്ക് പോയുള്ളൂ. എന്തായാലും ഒരാളിവിടെ ഉണ്ടാവണം. മറ്റേ ഒരു വെള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് വരുന്നുണ്ട്. അവർക്കിപ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒരു കുഞ്ഞൊക്കെ ആയിരിക്കുന്ന സമയത്ത് മെഷീനൊക്കെ എടുക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എല്ലാവരും ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഓടിപ്പോയിരുന്നു. അപ്പോൾ നമ്മുടെ അലീനയുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴേക്കും വാക്യൂം ക്ലീനറൊക്കെ എടുത്ത് വെച്ച് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ക്ലീൻ ആയിട്ടുണ്ടോ? നന്നായിട്ട് നോക്കട്ടെ ഉള്ളിൽ ക്ലീൻ ആയിട്ടുണ്ടോ തുറന്ന്. ആഹാ, നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അലീന. സീറ്റുമ്മയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. തുടച്ചെന്നോണേ അല്ലേ അലീന? ഓ, അവിടെ എല്ലാവരും
ഹാൻഡ് സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും തുടച്ച് നല്ല. ഓ അവിടെ തുടച്ചില്ലേ? ആ സാറില്ല. ഇനിയിപ്പോൾ നമുക്ക് അത് ഇവിടെ മുകളിൽ തുടച്ചില്ല, അത് നമുക്ക് പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ തുടയ്ക്കാം. ഇവിടെയൊക്കെ കുറേ മണ്ണുണ്ടായിരുന്നു അല്ലേ? ആ ഇതിൻ്റെ ഉള്ള ബാക്കിൽ ക്ലീനിങ് കഴിഞ്ഞു. ആ ബാക്കിലേക്ക് ആയിരുന്നാലും നല്ല സൂപ്പർ, നല്ല പുത്തൻ വണ്ടി പോലെ ആക്കിയിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓ താങ്ക് യു അലീന, താങ്ക് യു. അങ്ങനെ എൻ്റെ ഒരു വലിയൊരു പണി എനിക്ക് അലീന തീർത്തു തന്നു. ഇതെന്തിനാ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നേണേ? അവിടെ പുല്ല് വെട്ടണുണ്ട്, ഇപ്പം എല്ലാവരും ഇങ്ങോട്ടേക്ക് പോന്നാ. ഇനിയിപ്പോൾ ആസ്പിനെ അയച്ചിട്ടുണ്ടായിരുന്നേ, ആസ്പിനെ നോക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ് കാണുന്നത്. നമ്മുടെ ഈ മരത്തുമ്മയാട്ടാ നമ്മൾ ഒരു പഴം ഉണ്ടായി കാണിക്കാറില്ലേ നിങ്ങളതിനെ വിൻ്റർ ആവണ സമയത്ത്. ഇതിനെ ഡോഗ്വുഡ് എന്നാട്ടാ പറയുന്നത്, ഈ മരത്തിനെ പറയുന്നത് ഡോഗ്വുഡ്. അപ്പോൾ ആദ്യം ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇനി ഇപ്പോൾ ഒരു യെല്ലോ കളറായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ പൂവ് ഒരു നല്ല വെള്ള കളറായിട്ട് വരും. അണ്ട് ആ പൂവിൻ്റെ നടുക്കായിട്ട് ഒരു കായ ഉണ്ടായി വരുന്നുണ്ടല്ലേ, ആ കായാണ് ഇനി ഇവിടെ ഫാളിൻ്റെ സമയമൊക്കെ ആവണ സമയത്ത് ഞാനിങ്ങനെ നിറച്ചിങ്ങനെ പഴം നിങ്ങളെ കാണിക്കാറില്ലേ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇതേനെ ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഈ പഴമാണ് ഇനി പഴുത്ത് വരണേട്ടാ. അപ്പോൾ അത് ഭയങ്കര കുഞ്ഞിതാണ്. ഇത് പഴമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 3 മാസം എടുക്കും കേട്ടോ, നന്നായിട്ട് പഴുത്ത് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ അവസാനം ഒക്കെ ആകുമ്പോഴാ ഇത് പഴുക്കുള്ളൂ. കണ്ട ഇപ്പോൾ അതിൻ്റെ കളറ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ള കളറായിട്ട് വരും. ഇത് ഇങ്ങനത്തെ മരം 2-3 മരം ഉണ്ട് നമ്മുടെ ഇവിടെ. അത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയായിരിക്കും. ഇത് വെള്ള കളറൊക്കെ ആവുന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങളെന്നെ വീഡിയോയിൽ കാണിക്കാറുണ്ട്. നമ്മുടെ ആ ഡെക്കിൻ്റെ അവിടെ നമ്മുടെ മേപ്പിൾ ട്രീ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ വലിയൊരു മരം നിൽക്കുന്നുണ്ട്. അത് ആ ഡെക്കിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ്, വെള്ളപ്പൂ ഉണ്ടാവുന്ന സമയത്ത് നല്ല രസമാണ്. ഇവിടെ പോൾസേട്ടൻ്റെ വലിയൊരു സൂത്രം ഉണ്ട് കേട്ടോ. ഇത് പോൾസേട്ടൻ്റെ ഇവിടെ സ്റ്റിക്കുമ്പോൾ ഈ പാത്രമൊക്കെ പിടിപ്പിച്ചിട്ട് റെഡിയാക്കിയേക്കുന്നത്. അതിൻ്റെ അടിയിൽ കത്തുന്നത് ഗ്യാസായിട്ടാണ് കത്തുന്നത്. ഇത് എന്തിനാണെന്നറിയോ? കണ്ടോ നിങ്ങൾ എന്തിനാണെന്നുള്ളത്? വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പോൾസേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും അത് വർക്ക് ചെയ്യും. അതുമ്പോൾ ഒരു കോലും പിടുത്തൊക്കെ ആയിട്ട് അതെ വയ്ക്കാൻ പോകണം. ഇല്ല ചൂടാവാൻ സമയം എടുക്കുമ്പോൾ ചേട്ടാ പോൾസേട്ടൻ. ഇത് ചെറുതല്ലേ പപ്പ, അമ്മ അവിടെ വയ്ക്കി, അതിൻ്റെ മുകളിൽ വയ്ക്കി. ആ ഓട്ടോ വന്നിട്ടുണ്ട് ശരിക്കും. അതെ ചൂടായി വരുന്നുള്ളൂ. അവിടെ വട്ടം വന്നിട്ടുണ്ട് ശരിക്കും. ഇത് മതി. ആ ചൂടുണ്ടാവും പാപ്പ, പിന്നെ എടുത്താൽ മതി പാപ്പ, എടുക്കണ്ടേ? അയ്യോ അവിടെ കുട്ടിയായി. ഇത് ഞങ്ങൾ സാധാരണ കത്രിക വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ പോൾസേട്ടൻ പറഞ്ഞാൽ അതിനെ ഞാൻ കത്രിക വെച്ച് വെട്ടുമ്പോൾ അതിന് ഷേപ്പൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഈ പാത്രമൊക്കെ റെഡിയാക്കലായിരുന്നു ഇന്നലത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, നിങ്ങൾക്ക് എവിടെ പച്ചക്കറി നടണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ റൗണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ കുറ്റിയിൽ ഗ്യാസില്ല പോൾസേട്ടാ, ഗ്യാസ് തീർന്നു. Cambia. Like
ഇതും വെച്ചോ അതേപോലെ ഓട്ടം കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചോട്ടോ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓട്ടം വേണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വെയിലില്ലേ, ഇവിടെ നിന്ന് നട്ടിട്ട് നമുക്ക് അങ്ങോട്ട് നടത്താം. അവിടെ നിന്ന് വെച്ചാൽ അത് മതി കേട്ടോ, അത് കറക്റ്റ് ആയി. ഒരു കിളിയുടെ മീറ്റ് വാങ്ങട്ടെ. നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പം എത്ര നാളായി? ഒരു മാസമായി. അരിയുടെ ഇത് എത്ര പൗണ്ട് ഉണ്ടെന്നറിയോ? 40 പൗണ്ട് ഉണ്ടായിരുന്നു. ഒരു മാസം കൊണ്ട് തീർന്നു. കണ്ടവാനും കിളികൾ വരാറുണ്ടായിരുന്നേ. ഇതിനകത്ത് കുറച്ച് മറ്റേ സൺഫ്ലവർ സീഡ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് മമ്മിയെ ഈ സൺഫ്ലവർ സീഡ്സേ അമ്മ അത് കുറേ കൂടെ നട്ടിട്ടുണ്ട്. കുറേ അമ്മ ചട്ടിയിൽ വെച്ച് മുളപ്പിച്ചു. അപ്പം ഇതിനകത്ത് കുറേ സൺഫ്ലവർ കൂടി ഉണ്ട്. എനിക്ക് കുറച്ച് നടാനുണ്ട്. അവിടെ ഫെൻസിൻ്റെ ബാക്കിൽ ഇച്ചിരി ഉള്ളൂ. കുറേ കുറിയ നടാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇല്ല. നോ. കായ കായല്ല, കായൊന്നും ഉണ്ടാവും. ഇതിപ്പോ മുരിങ്ങക്കായ ഉണ്ടാവും അറിയില്ല. എന്നാലും നമുക്ക് മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, നല്ലതാ. എനിക്ക് മറന്നു പോയിട്ട് മുരിങ്ങക്കായ ഉണ്ടാവും. എനിക്ക് വല്ല പേര് ഓർമ്മയുള്ളൂ. അത് മമ്മി ഇത് കൊണ്ടുപോലെ നോക്കി വെച്ചോണ്ടിരുന്നതാ. ഇത് സാധാരണ നമ്മുടെ അവിടെ ന്യൂയോർക്കിൽ അങ്ങനെ ഉണ്ടാവില്ല, ഇത് അധികമാണ്. ഇത് മമ്മി എന്നിട്ട് മുകളിൽ അവിടെ വിൻഡോയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് റെഡിയാക്കിയിട്ട് കൊണ്ടുപോകുന്നതാ. അനിയനിവിടെ നമ്മുടെ മുന്തിരി ഉണ്ടായിരുന്നതുണ്ട. കുറേ മുന്തിരി ഉണ്ടായിട്ടുണ്ട്. വേണ്ട കളറാന്ന് പറഞ്ഞോടാ അലീന. ഇത് നമ്മൾ 2 വെച്ചിട്ടുണ്ടായിരുന്നു പപ്പ. ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പപ്പ നീനയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം മറ്റേ സാധാരണ കളർ വെച്ചിട്ടുണ്ട്, റെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് കിട്ടിയേക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരെണ്ണം നമ്മുടെ നിന്ന് പോയി, അവിടെ വെച്ചത് പോയി. പക്ഷെ ഇവിടെ വെച്ചതാണ് കിട്ടിയത്. ഇപ്പോൾ കുറേ തിരിയിട്ടിട്ടുണ്ട്. ഇതിന് തിരിയിടാന്ന് പറയാ. ഇതേ കുഞ്ഞു മുന്തിരിയാ, കുറേ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വർഷം. അതിപ്പോൾ കുറേ ഉണ്ടാവും വിചാരിക്കണം നമ്മൾ.
അവിടെ നിന്നിട്ട് റോസാപ്പൂ ഒക്കെ കൊത്തിട്ടുണ്ട്. ഞാൻ നോക്കിപ്പോ അവിടെ നിന്ന് നീങ്ങില്ല. നമ്മളിപ്പോ ഇവിടെ കൊണ്ടതാക്കിയാലും ഇപ്പൊ ഇടും അങ്ങോട്ടേക്ക്. രക്ഷയില്ല അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരോട് കുറുക്കന്റെ സ്റ്റോറി ആരാണ്ട് പറഞ്ഞു കൊടുത്തോണ്ട് പോണേ. ഇവിടെ കുറുക്കനൊന്നും ഇനി പോയില്ല. ഇനി എങ്ങനെ ആ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അങ്ങോട്ട് പോയാൽ മതി. പോ മാറത്തില്ലേ, ഇപ്പൊ അവിടെ തന്നെ നിൽക്കും. ഒറ്റ ഇഷ്ടം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര ഞാൻ കൊണ്ടുവന്നാക്കിയാലും അങ്ങോട്ട് ഓടിപ്പോവും. കോഴി ഇത് നമ്മളായിട്ട് ഭയങ്കര അടുപ്പം. അതിന് എപ്പോ നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ടാവും. നമ്മൾ പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കും. ഒരു പേടിയില്ല. പപ്പയുടെ കൂടെ ഏത് നേരം അടുത്തുണ്ടാവും. നിന്നോളും. നമ്മളിത് കളിക്കുമ്പോ ഒന്നും പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട്. അതിനൊരു പേടിയില്ല. എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവും. ഭയങ്കര സൂത്രകാരിയാ അവള്. അവള് നമ്മുടെ ടുട്ടുവിന് പകരം വന്നേക്കുന്നത്. നമ്മൾ തൊടാനൊന്നും സമ്മതിക്കൊന്നുമില്ല. പക്ഷെ എപ്പോ നമ്മള് പണിക്ക് ഇറങ്ങിയാലും നമ്മുടെ അടുത്ത് തന്നെ നിൽക്കും. നല്ല ഭംഗിയുണ്ട്. ഇത് വേംസിനെ തിന്നാൻ വേണ്ടിട്ടാ. അതായത് ഭയങ്കര ബുദ്ധിയാ. ഇവിടെ മാത്രം അങ്ങനെ വന്ന് നിൽക്കുള്ളൂ കളിക്കുമ്പോ. ഇത് നടുമ്പോ അമ്മയ്ക്ക് പേടിയാ, എങ്ങാനും പോവും. ഇത് നമ്മുടെ മുരിങ്ങ കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം 2 മുരിങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു മുരിങ്ങ നമ്മൾ ഗ്രീൻ ഹൗസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഗ്രീൻ ഹൗസിൽ വെച്ചിരുന്ന മുരിങ്ങ കേട്ടോ. അന്ന് ഞാനത് പറിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ ഇനി പിടിക്കില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു മുരിങ്ങ നമ്മളിവിടെ ഡാലിയ തോട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ നന്നായിട്ട് ഇലയ്ക്ക് നന്നായിട്ട് കിളിർത്ത് അത്യാവശ്യം നന്നായിട്ട് വലുതായിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ അകത്ത് വെക്കുന്ന ചട്ടിയിലാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അകത്ത് വെക്കുന്ന ചട്ടിക്ക് ഹോളുണ്ടാവില്ലല്ലോ. എന്നിട്ട് അത് നമ്മൾ പറിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾ ഞാനവിടെ പുറത്ത് തന്നെ വെച്ചിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അതിനകത്ത് വെള്ളമൊക്കെ കെട്ടിയിരുന്നിട്ടാന്ന് തോന്നുന്നു. പിന്നീട് നമ്മളത് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പിടിച്ചില്ല, അത് പോയി. പിന്നെ ഗ്രീൻ ഹൗസിൽ വെച്ചതാണ് നമ്മുടെ പിടിച്ച് കിട്ടിയതാ. ഇതിപ്പോൾ അതുപോലെ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ മണ്ണിൽ പറിച്ച് നടാമെന്ന് വിചാരിച്ചു. ഇവിടെ നാളെ തുടങ്ങി അത്യാവശ്യം നല്ല ചൂട് വരുന്നുണ്ട്. ഇന്നും കൂടി ഇങ്ങനെ ചെറിയൊരു തണുപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ചൂട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം മുരിങ്ങയ്ക്ക് നല്ല ചൂട് വേണമല്ലോ. അപ്പോൾ ഇത് പറിച്ചിട്ട് ഇന്ന് നമ്മൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് പോണേ. ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. പക്ഷേ ഇതിന് ഗ്രീൻ ഹൗസിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അത് വലിയ ചട്ടിയിലല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ എന്നിട്ട് പുതിയ മണ്ണിട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വേറെ അങ്ങനെ പൊട്ടിപ്പോകുന്ന എൻ്റെ പേടി ഇല്ല. അതിങ്ങനെ വലിയ കുഴപ്പമില്ല അതിന്. ഓക്കെ, പേര് ജസ്റ്റ് ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാട്ടോ ഇതിന് കിഴങ്ങുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ. ഇതാട്ടോ അതിൻ്റെ കിഴങ്ങാട്ടത്.
ഈ കിഴങ്ങാണ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു മുരിങ്ങയ്ക്ക് കിഴങ്ങുണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മുടെ ഈ മുരിങ്ങയ്ക്ക് കിഴങ്ങുണ്ടായിരുന്നു. ഇത് കുറ്റിമുരിങ്ങ കേട്ടത്. ചട്ടിയിലിട്ടിരുന്ന മണ്ണിനെ തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ്. കുഴിച്ച മണ്ണിനെ നല്ല ഉറപ്പുള്ള മണ്ണ്. ഇതെനിക്ക് നന്നായിട്ട് കിളിർത്ത് വരുമെന്ന് കഴിയും. ഇവിടെ ആകുമ്പോൾ നല്ല വെയിലുണ്ട്. പിന്നെ തീരെ അങ്ങനെ വെള്ളം കെട്ടുന്ന സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്നു. എന്തായാലും ഈ സമ്മറിൽ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആസ്പിൻകുട്ടൻ നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അലീന ആസ്പിൻകുട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ മുട്ട ഇട്ടിട്ടുണ്ട്. ഇപ്പം ചൂടായല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികളൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട്. നിനക്ക് മുട്ട ഇഷ്ടമാണോ? മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്ന മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മുട്ട കറി വയ്ക്കുന്നല്ലേ കൂടുതൽ ഇഷ്ടം. ഇത് പുതിയ ബ്ലോർ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നു വലിയ ബ്ലോറാണ്. മറ്റേത് അതിനോട് ഫ്യൂൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര കട്ടിയാണ് അതിന്. ഇത് കറണ്ടിൻ്റെയാണ്, അതിൻ്റെ ബാറ്ററിയാണ്. ഇത് ഓടിക്കാൻ വേണ്ടിയിട്ടേ ഇതിനധികം കനയില്ല. ഇതാണ് നമ്മൾ ഗ്യാസിൻ്റെ ഓടിക്കുന്നത്. ഇതിന് ഭയങ്കര വെയിറ്റാണ്. എന്താ ഒന്നിച്ച് വരുമ്പോഴേക്കും കൈ ഭയങ്കര വെയിറ്റ്. ബാറ്ററി ഇത് ഓണാക്കി ആക്കാനും ഭയങ്കര എളുപ്പമാണ്. മറ്റേതാകുമ്പോൾ കുറേ പ്രാവശ്യം വലിക്കുകയൊക്കെ വേണ്ടേ ഓണാക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നല്ല അവിടെ പോൾസേട്ടൻ അവിടെ നിന്നിട്ട് ട്രിമ്മർ വെച്ചിട്ട് ട്രിം ചെയ്യാട്ടാ. നേരത്തെ മെഷീൻ വെച്ച് ഓടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫെൻസിനോട് ചേർന്ന് നിൽക്കണോടത്തേ അവിടെ കുറച്ച് ഇങ്ങനെ വീടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ നമുക്ക് ട്രിമ്മർ വെച്ചാലേ പോവുള്ളൂ, അല്ലെങ്കിൽ മെഷീൻ അങ്ങോട്ടേക്ക് കയറില്ലല്ലോ. കുഞ്ഞി താറാവുകളെ നമ്മൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ നിന്നില്ല കേട്ടോ. അവർക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പുല്ലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പക്ഷേ അവർ ഒരൊറ്റ ഇങ്ങോട്ടേക്ക് വരില്ല. ഞാൻ എപ്പോഴും ആട്ടി കൊണ്ട് നാക്കും. നേരത്തെ കണ്ടില്ലേ ആട്ടി കൊണ്ട് നാക്കുന്നത്.
ആട്ടി കൊണ്ട് നാക്കിനെ അങ്ങനെ തന്നെ വേഗം ഓടിപ്പോവും. ഇവിടെ കുറച്ച് കോഴികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഭയങ്കര നൈസാട്ടാ. ഇവർ താറാവുകളെ ഞാനവിടെ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് മേലേക്ക് ഉണക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാവരും ക്ലീനിങ്ങാണ്. ഒരാൾ പുറത്ത് നടക്കുന്നുണ്ട്. നമുക്ക് 5 പേരുണ്ടായതാണല്ലോ, ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലോ. ഇത് നമ്മുടെ ആപ്പിൾ മരം കേട്ടാ. അടുത്ത വർഷം ആപ്പിൾ ഉണ്ടാവുമായിരിക്കും. ഈ വിൻ്ററിലാണ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഗ്രീൻ ഹൗസിൽ വെച്ചേക്കായിരുന്നു. വിൻ്ററല്ല, വിൻ്റർ തുടങ്ങലും മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പോൾസേട്ടനെ ഇവിടെ പറിച്ച് നട്ടതാട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ആളൊരു ഉഷാറില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നന്നായിട്ട് സാധനങ്ങൾ നട്ടു കൊടുക്കാമല്ലോ അല്ലേ. കുമ്പളൊക്കെ വേണമെങ്കിൽ ഇവിടെ കുത്തി കൊടുക്കാൻ തോന്നാം അല്ലേ. ഈ സ്ഥലമൊക്കെ അതിന് വേണ്ടി ഇവിടെ പറഞ്ഞു കിടന്നോട്ടെ. ഇവിടെ നല്ല നനവുണ്ട്. ഈ മരത്തുമേരുന്നിട്ടാ ഞാൻ കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൂ ഉണ്ടായത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ മരം കേട്ടോ ഇത്. ആ പൂവൊക്കെ പോയി ഇപ്പോൾ ഫുള്ള് ഇലയായിട്ടാ. നല്ല കളറാ ഇലയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ ഇലകൾ വരുമ്പോഴുണ്ടല്ലോ കിളുന്ത ഇലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു പച്ച കളറാ. പറവുകളൊക്കെ ഞാനിങ്ങോട്ടേക്ക് പോകുന്ന കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇനി നമ്മുടെ അവിടെ ഈ വെള്ളപ്പൂ ഉണ്ടായാലുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂ വന്നിട്ടില്ലല്ലോ. ഞാൻ തൊഴിക്കണ പൂയില്ല എവിടെ ഉണ്ടോ? ഇല്ല, വെട്ടിയില്ല. അപ്പൊ കേട്ടോ, അപ്പൊ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് നമ്മള് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ കനലൊക്കെ ഇട്ടിട്ട് നമ്മൾ തീ കത്തിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് കനലായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കില്ല. പിന്നെ ഇവിടുത്തെ ബ്ലോവറൊക്കെ ഓടിച്ച് അതൊക്കെ ക്ലീൻ ചെയ്തു. അത് ഞാനൊരു പുതിയ ബ്ലോവർ കാണിച്ചിരുന്നില്ല, അത് ഞങ്ങൾ ഈ പ്രാവശ്യം പുതിയത് വാങ്ങിച്ചതാട്ടോ. പക്ഷെ അതിന് ഭയങ്കര കനം കുറവാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കൈ അത്രയ്ക്ക് വേദന എടുക്കില്ല. പക്ഷെ അത് കുറേ നേരം ചാർജ് നിൽക്കില്ല. ഞങ്ങൾക്ക് ഇവിടെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ അടിക്കുമ്പോഴേക്കും, ബാക്കിൽ അടിച്ച് കഴിഞ്ഞ് ഫ്രണ്ടിൽ കുറച്ച് അടിക്കുമ്പോഴേക്കും അതിൻ്റെ ചാർജ് തീർന്നു. പിന്നെ ഞാൻ മറ്റേ ഞങ്ങളുടെ അടുത്ത് വേറെ വലുതുണ്ടെന്ന് പറഞ്ഞില്ലേ, ഫ്യൂയിൽ ഒഴിച്ചിട്ട് ഓടിക്കുന്നത്, അതിന് ഭയങ്കര കന. അത് പിന്നെ രണ്ടാമത് ഞാൻ ഓണാക്കി, അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് നിർത്തി പോകാൻ വേണ്ടിയിട്ട് മടിയായി. പിന്നെ അത് രണ്ടാമത് നമ്മൾ ഓണാക്കി. ഇപ്പോഴാണ് ഞാൻ സൗണ്ടിൻ്റെ കാര്യം ഓർത്തത്. ചില സമയത്ത് എൻ്റെ സൗണ്ട് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ഭയങ്കര പതുക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പെട്ടെന്ന് വർക്കായി, സൗണ്ട് കുറവായിരിക്കുമല്ലോ എന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഫായി പോയി, അതിൻ്റെ ബാറ്ററി തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് ഓണാക്കി
എന്നിട്ട് മൊത്തം അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം അത് കഴുത്തി കൂടെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അങ്ങനെ തൂക്കിയിട്ടാൽ നമുക്ക് അതെങ്ങനെ എല്ലായിടത്തേക്കും മൂവാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പാടാം. അങ്ങനെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ പോൾസേട്ടന് നിന്ന് പുല്ല് വെട്ടൽ, പിന്നെ അവിടെ ട്രിം ചെയ്യൽ, അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോൾസേട്ടന് അവിടെ ഉണ്ടല്ലോ നമ്മുടെ കോഴികൾക്ക് ഓട്ടോമാറ്റിക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം പോൾസേട്ടൻ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ട്. അത് പോൾസേട്ടൻ അവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ കോഴികളൊക്കെ ഇവിടെ എടുത്ത് വന്നിരിക്കുന്നുണ്ട്. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ബ്ലോർ അടിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ മാസ്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം മാത്രമേ അവിടെ മുകളിലടിച്ച് മാത്രമേ മാസ്ക് വയ്ക്കാണ്ടിരുന്നുള്ളൂ. നല്ല കട്ടിയുള്ള മറ്റേ വെള്ള മാസ്ക് ഉണ്ടല്ലോ, ആ മാസ്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് വെച്ച് കഴിഞ്ഞിട്ട് മാസ്ക് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടും തൊണ്ടയിൽ അതല്ലെങ്കിൽ പിടിച്ചിരിക്കുന്ന പോലെ. കാരണം ഇപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് പോളൻ്റെ സമയമാണല്ലോ. അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ഒന്ന് തുമ്മി. പക്ഷെ എനിക്ക് അലർജിയുടെ കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് ഈ സമയത്ത് ഈ പോളൻ എന്ന് പറയുന്നത് ഈ പുതിയ ഇലകൾ വരാനുള്ള, അപ്പോൾ ഇതിന് കണ്ടമാനം പൂമ്പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇവിടെ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തൊക്കെ നിറച്ചുണ്ടാവും. നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്മ എല്ലായിടത്തും നിറച്ചും അതിൻ്റെ ഈ ആ പൂമ്പൊടി എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഭയങ്കര അലർജിയുടെ സമയമാണ്. ചിലവർക്ക് ഭയങ്കര അലർജി ആയിരിക്കും ഈ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്നിട്ട് കനലാവട്ടെ. ആ സമയത്ത് ഞാൻ പോയിട്ട് ചിലപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ സമയം 6:30 ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പിന്നെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പയർ, പാവലും സാധനങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ വേറെ ദിവസം കാണിക്കാം. ഇതുണ്ടല്ലോ, ഞാൻ നമ്മുടെ ഈ കോഴി, താറാവ് തൊകൽമുട്ടയിൽ ഇടുന്നതെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് അത് തൊകൽമുട്ട അതിന് വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഓയിസ്റ്റർ ഉണ്ടല്ലോ, ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ വലിയ കോഴി ഇതുണ്ടല്ലോ, അതിൻ്റെ ഷെല്ലാട്ടോ, ഷെല്ല് പൊടിച്ചത്. അത് ഈ കോഴി ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തന്നെ. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ താറാവുകൾക്ക് ഞാൻ ഭക്ഷണത്തിലേക്ക് ഇട്ട് കലക്കിയൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ കോഴി നിന്നില്ല, താറാവ് നിന്നില്ല, ആരും നിന്നില്ല. ഈ സാധനം മാത്രം അവരോട് ബാക്കി വെച്ചു. ഇതിൻ്റെ ഷെല്ലുണ്ടല്ലോ, ഞാൻ നോക്കിയേ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ മണിമണി പോലെയാണ്. അത് തന്നെ അവർ ഒട്ടും കഴിച്ചില്ല ഈ സാധനം. ഇന്ന് ആ ഒരു താറാവ്, ഒരു നീലമുട്ട ചെയ്യുന്ന താറാവ് ഉണ്ടല്ലോ, ആ താറാവ് ഇപ്പോൾ ആദ്യമൊക്കെ ഇടുന്ന മുട്ടയ്ക്ക് ഇങ്ങനെ തൊകൽമുട്ടയായിട്ട് പൊട്ടിപ്പോയിരുന്നു. ഇന്ന് എനിക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഒരു മുട്ട കുറേ ദിവസം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ ഇത് ബ്ലോവർ ഓടിച്ചിട്ട് തൊണ്ടയിൽ കിച്ച് എന്നിട്ട് ഇന്ന് എനിക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്ന് താറാവ് മുട്ടിയിട്ടു. ഇന്ന് പക്ഷേ ഷെല്ലിന് പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഷെല്ലിന് അത്രയ്ക്ക് കട്ടി വന്നിട്ടില്ല. ഇനി ഞാൻ വിചാരിക്കണോ ഇത് ഞാൻ പൊടിച്ചിട്ടേ മിക്സിയിലിട്ട് പൊടിച്ചിട്ടേ ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ സാധനമാണ് ഞാൻ വാങ്ങിച്ചത് ഓൺലൈൻ വഴി. അത് തൊട്ട് നോക്കണില്ല, അത് ഏത് ടൈപ്പ് കോഴികളൊന്നും തിന്നണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കോഴി നിന്നില്ല, താറാവ് നിന്നില്ല, ആരും നിന്നില്ല. ഈ പൊടിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കൊടുത്തു നോക്കണം. ഇതായിട്ട് നമ്മുടെ കോഴികൾക്ക് നമ്മൾ ഓട്ടോമാറ്റിക് വെള്ളം വയ്ക്കുന്ന സാധനം വാങ്ങിച്ചേക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ തോട്ടത്തിലെ സ്പ്രിങ്ക്ലർ ഓണാക്കിയതാട്ടെ. നമ്മൾ പയറൊക്കെ അതിനകത്ത് നട്ടിട്ടുണ്ട്. ഇന്നലെയാണ് നമ്മൾ ആദ്യമായിട്ട് ഓണാക്കിയത്. ഓണാവുണ്ടോയെന്ന് അറിയണമല്ലോ, കാരണം ഇത് നമ്മൾ വിൻ്ററൊക്കെ ആകുമ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് വിടുമല്ലോ. പിന്നെ വല്ല പൈപ്പ് അങ്ങനെ പൊട്ടിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. ഇത് കഴിഞ്ഞ വർഷം പോൾസേട്ടൻ ഈ തോട്ടത്തിൽ പോൾസേട്ടൻ തന്നെ പിടിപ്പിച്ചതാട്ടോ. അതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ പൈപ്പൊക്കെ ഇട്ടിട്ട് പോയി അങ്ങനെ പിടിപ്പിച്ചതാണ്. നമുക്കിവിടെ ഫുള്ള് സ്പ്രിങ്ക്ലർ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പ്രിങ്ക്ലർ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആവാറായി തുടങ്ങിയപ്പോൾ നമ്മുടെ കോഴികളും താറാവുകളൊക്കെ വന്ന് ഇരിപ്പായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങില്ലെന്നേ, അല്ലെങ്കിൽ അവരിങ്ങനെ പുല്ലിൽ നടക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ അവർ എത്ര ചെയ്താലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇറങ്ങുമെന്ന് തോന്നണു എനിക്ക്.
നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കനലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കുമെന്നാണ്, കാരണം ഇത് കുറച്ച് വലിയ പീസുകളായിരുന്നു. കുറച്ച് നേരം അതിൻ്റെ ഇട്ടിട്ട് നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ പുതിയ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ വേണ്ടിയിട്ട് മടി കേട്ടോ, അങ്ങനെ ഇറങ്ങാറില്ല അവർ. ഇടയ്ക്കേ കുളിക്കാറുണ്ട്. ഇപ്പോൾ വെള്ളം അടിന്നിട്ട് കുടിക്കുകയാണ് ഇരുന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആ സോസിൽ മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ മാറ്റാട്ടെ പ്ലേറ്റിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഈ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടല്ലോ ഭയങ്കര വലിയ പീസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടൊരു ലുക്ക് കിട്ടിയില്ല നമുക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം. ഇപ്പോൾ ഇവിടെ സമയം 8:15 കേട്ടോ. ഇന്നിവിടെ സൺസെറ്റ് പറഞ്ഞേക്കുന്നത് 8:30 സൺസെറ്റ് പറഞ്ഞേക്കുന്നത്. സമ്മറൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരം കുറേ ലേറ്റായിട്ടാണ് നേരെ ഇരുട്ടാവും. പക്ഷേ വിൻ്ററൊക്കെ ആകുമ്പോൾ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല കൂരി ഇരുട്ടാവും. നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾ അവിടെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. എനിക്കും പോൾസേട്ടന് നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അലീന വന്നുകൊണ്ട് തന്നെ അലീന വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലീനയാണ് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് തന്നത്. പിന്നെ വിചാരിച്ച പോലെ അത്യാവശ്യം കുറേ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണികളുണ്ടാവും. ഇപ്പോൾ സമ്മർ തുടങ്ങണേല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് പണികൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും ഒന്ന് സെറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. അവിടെ സണ്ണ് ഉദിക്കാൻ വേണ്ടിയിട്ട് അസ്തമിക്കാൻ വേണ്ടിയിട്ട് സണ്ണിനവിടെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മറ്റേ വലിയ താറാവുകൾ കൂട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാവരും കയറി. ആസ്പേ